എന്ത് പറ്റി ഈ നേരത്തെ വീട്ടിൽ കാണുന്നു? ഇന്നിത്തിരി നേരത്തെ പോന്നു. അപ്പൊ രോഗികളുടെ കാര്യം ആര് നോക്കും? അസിസ്റ്റൻസ് ഉണ്ട്. എന്നാലും ഭർത്താവിന്റെ തോളെ വെച്ചു കൊടുത്തിട്ട് പോന്നു സമ്മതിക്കില്ല. എവിടെ മൂപ്പിന്ന്? അകത്തുണ്ട്, ചെസ് കളിക്കുക. ഓ, വിളിക്കാം. വിളിക്കണ്ട, കാലി മുറിക്കണ്ട. കഴിഞ്ഞു. ഇങ്ങനെ വന്നത് എന്റെ കോൺസെൻട്രേഷൻ പോയി. പിന്നെ താൻ എന്നാ ഇവിടെ മുമ്പ് ജയിച്ചിട്ടുള്ളത്? അതൊക്കെ ഉണ്ട്. ഏത് കാലത്താ? ഇവിടെ കുഞ്ഞുനാളിലെങ്ങാനും ആയിരിക്കും. എന്താ മതിയാക്കിയോ? കളി കഴിഞ്ഞു. എന്താടി, വല്ല കല്യാണാലോചനയായിട്ടാണോ കാർന്നൂർ വന്നിരിക്കുന്നേ? ആണെങ്കില് അവര് തമ്മിൽ ആലോചിച്ചോളും. ഒരു ത്യാഗി, അതിൽ കുഞ്ഞിന് അഭിപ്രായമൊന്നുമില്ല. അവർക്ക് പോണോന്നുമില്ല, എനിക്ക് അവരെ വിടണമെന്നുമില്ല. എങ്കിലും ഒരു 4-5 ദിവസത്തിനുള്ളിൽ പോകേണ്ടി വരും. അത് പിന്നെ അവർക്ക് അവരുടെ കാര്യങ്ങളില്ലേ, പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരല്ലേ. അതെ അല്ലെന്നല്ല, എന്നാലും പോണേന് മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടെ ചെയ്തു വെച്ചാൽ കൊള്ളാവുന്നുണ്ട്. തന്നോടെങ്ങനെ ആ വിവരം പറയാതിരിക്കുന്നേ? ആ എഴുത്തുകാരൻ മാധവൻ പിള്ളെ വിളിച്ച് ഒരു പത്രം എഴുതിക്കണം. എന്റെ എല്ലാം, എനിക്കുള്ളതെല്ലാം എന്റെ പാച്ചുവിന്റെ പേർക്ക്. അല്ല, ഇപ്പൊ എഴുതിയില്ലേലും എനിക്കുള്ളതെല്ലാം എന്റെ കാലം കഴിഞ്ഞ അവനുള്ളത് തന്നെയാ, അല്ലാതെ വേറെ ആർക്കാ? എന്നാലും അതല്ല, അങ്ങ് എഴുതിപ്പിക്കണം. എന്താ, അതല്ലേ അതിന്റെ ശരി? അതെ. ഭാസിയുടെ കോള് ഹോളിഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിട്ടണം. അവൻ ഈ നാട്ടിൽ കിടക്കട്ടു. ആർക്കറിയാം, എന്നെങ്കിലും ഒരിക്കൽ ഞാനും താനും ഒക്കെ മരിച്ചു കഴിഞ്ഞ് അവനും പ്രായമായി കഴിയുമ്പോ ചിലപ്പോ എന്റെ ആ പഴയ വീട്ടിലായിരിക്കില്ല അവൻ വന്ന് താമസിക്കുന്നതെന്ന്. ഒന്നും പറയാൻ പറ്റില്ല എന്റെ കാരണവരെ. ചിലപ്പോ അന്ന് അവനായിരിക്കില്ല എന്റെ ഈ പഴയ ഹോസ്പിറ്റലിലെ ചീഫ് വിസിറ്റ് എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. നിധി എങ്കി നിധി. 2 ദിവസത്തിനുള്ളിൽ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും കിട്ടിയാൽ എനിക്കെന്തോ തരും? പറ, എന്താ സംഭവം ആദ്യം അണ്ണം പറ. അത് പിന്നെ കിട്ടിയാൽ എനിക്കെന്തോ തരും? കവലയാണെന്ന് എന്നെ ചങ്കിയാൻ പറിച്ചു തരും. അതൊന്നും വേണ്ട, 100 രൂപ തന്നാ മതി. 100 രൂപയോ? അയ്യ വേണ്ട, പറയണ്ട, പറയാതെ തന്നെ അറിഞ്ഞോളാം. അയ്യോ കുഞ്ഞെ, അദ്ദേഹത്തെ അടുത്ത് പോയി ചോദിക്കല്ലേ. രഹസ്യമായിട്ട് എന്നെ വിശ്വസിച്ച് പറഞ്ഞ സംഗതി. അതങ്ങനെയാടാ, അതങ്ങനെ വരൂ. ഒരു സാക്ഷിത്തട്ടെ. ഇനി ആരാ? രഞ്ജിത്ത് മേനോൻ. കഴിഞ്ഞു, പ്രമാണമായി. ചെലവ് ചെയ്യണം. ഇവനെവിടുന്ന പ്രശ്നമില്ല. കുഞ്ഞെ ചെലവൊക്കെ പിന്നെ ആദ്യം എനിക്ക് തരാനുള്ള 100 രൂപ തന്നിട്ട് ഇനി വാ, എടുത്തു വെച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അമ്മയെ ഈ വിവരം ഒന്ന് അറിയിക്കണ്ടേ, മോന് ലോട്ടറി അടിച്ച കാര്യം? പിന്നെ ഭാനുവിന് ഞാൻ എഴുതുന്നുണ്ട്. അങ്ങനെ ഈ വീട് ആർക്കും ഇല്ലാതായി. ചെതലും കയറി, തുരുമ്പും പിടിച്ച് കഷ്ടം. അങ്ങനെ എന്നങ്ങ് പറഞ്ഞു കളയാ സാറേ. ഞാനിവിടെ വരും. വയസ്സുകാലത്തെങ്കിലും കുറെ നാൾ ഇവിടുത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ചീഫ് ഡോക്ടറായിട്ട് ആദര സേവനം അനുഷ്ഠിക്കും. എന്നിട്ട് സന്ധ്യ നേരത്ത് അപ്പൂപ്പിനെ പോലെ അവിടെ ആ മുറ്റത്തിരുന്ന് ചീട്ട് കളിക്കും. അപ്പ ഈ അമ്മൂമ്മ ജീരകൊള്ളം കൊണ്ട തരും.
ചില പഴയ കഥയിലൊക്കെ ഉണ്ടല്ലോ, എവിടുന്നോ ചില എംബോക്കികൾ തെണ്ടിത്തിരിഞ്ഞു വന്നിട്ട് അവസാനം രാജ്യവും കിട്ടി രാജകുമാരിയും കിട്ടി എന്ന മട്ടിൽ അവസാനിക്കുന്നത്. അതുപോലെയായി ഇവന്റെ കാര്യം. ഞാൻ നിങ്ങൾ രണ്ടാളും ചേർത്ത് സ്നാപ്പ് എടുക്കാം. ആയുധം എടുക്കാണോ? ആ ഇനിയിപ്പോ വലയിടാൻ നിന്നിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ വെറുതെ കാശ് ചെലവ്. കാശിന്റെ കാര്യമൊന്നും നിങ്ങൾ അറിയണ്ട. എത്ര പണം വേണേലും ഞങ്ങൾ തരാം. എവിടെ കിട്ടും മരക്കാരും മംഗലുകാരും? ആ അതൊന്നും എനിക്കറിയാൻ മേല. പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാ അവര് ചിലപ്പോ ബോട്ട് കൊണ്ട് നടക്കും. അത് അവിടെ കാശെറിഞ്ഞാൽ. ആണോ? ആ ആരേലും ഒരാൾ പോയി പറഞ്ഞു നോക്ക്. ഒരാളോടെ നിക്ക്. വാ പോകല.